നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? കെലോണയിൽ നിന്ന് സിയാറ്റലിലേക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ ഗൈസ്? അതായത് ശരിക്കുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് 8 മണിക്ക് കെലോണയിൽ നിന്ന് സിയാറ്റലിലേക്കായിരുന്നു. അപ്പം 5 മണിക്ക് നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് കിടന്ന് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 10:30 ഞങ്ങളെല്ലാവരും കിടന്നു. എന്തൊക്കെ ചെയ്തിട്ടും കാശി ഉറങ്ങണേ ഇല്ലായിരുന്നു. 1 മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു. പിന്നെ കുറേ നേരം എണ്ണീച്ചിരുന്നു. അവസാനം അവന് പാല് വേണമെന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ഞങ്ങളെല്ലാം എണ്ണീച്ചു. അങ്ങനെ ഞാൻ അവന് പാലെടുക്കാനായിട്ട് പോയപ്പോൾ തരുണം വെറുതെ ഫോൺ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ കണ്ടു ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസലായിന്ന്. ആ സമയത്ത് അത് കണ്ടതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ആ സിയാറ്റൽ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ബാക്കി കണക്ഷൻ ഫ്ലൈറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ റൈറ്റ് ടൈമിൽ സിയാറ്റൽ എത്തുക എന്നത് മാത്രമായിരുന്നു ഓപ്ഷൻ. അങ്ങനെ തരുണ എയർലൈൻസിനെ കണക്ട് ചെയ്തു. കുറേ ചെക്ക് ചെയ്തിട്ട് അവർ 5:20 ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പം രാത്രി 12 മണിയാണ്. ഉറങ്ങി എണീച്ച് സുഖമായിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് നിന്ന് നിപ്പിൽ ഇറങ്ങേണ്ടി വന്നു. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡി ആയിട്ട് നേരെ കെലോണ എയർപോർട്ടിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കാശിയോടാണ്. അവൻ ആ 1 മണിക്കൂർ ഉറങ്ങാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ മെയിൽ കണ്ടത്. എന്തായാലും ദൈവാധീനം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാം നടന്നു. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ സിയാറ്റിലെത്തി. അപ്പോൾ നമ്മുടെ ജേർണി ഇവിടെ തുടങ്ങുകയാണ് ഗൈസ്.